പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കൂടി സ്കൂളിനെ തിരഞ്ഞെടുത്തു. ആ സ്കൂളിലെ 300 വിദ്യാർത്ഥികളെ ഊർജ്ജസേന അംഗങ്ങളാക്കി ഞങ്ങൾ പ്രവർത്തിപ്പിച്ചു. 1800 വീടുകളിൽ എല്ലാ വീട്ടുകാരോടും എങ്ങനെ ഒരു ലൈറ്റ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം എന്നുള്ള പ്രവണത, അതുപോലെ തന്നെ കാലപ്പഴക്കം വന്ന മെഷീനറികൾ, മിക്സി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വൈദ്യുതി നിങ്ങൾക്ക് പാഴായി പോകും എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ചില വീടുകളിലെല്ലാം ഇലക്ട്രിക്കൽ ഐറ്റം തന്നെ മാറ്റി 25 വർഷവും 40 വർഷമൊക്കെ പഴക്കമുള്ള ഇലക്ട്രിക്കൽ ഐറ്റം തന്നെ മാറ്റാനായിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം 1800 രൂപ വൈദ്യുതി ചാർജ് വന്നോടത്ത് നിന്ന് ഞങ്ങൾ 5 മാസത്തെ നിരന്തര പ്രവർത്തനത്തിന്റെ ഭാഗമായി 400 രൂപയിലേക്ക് അവരുടെ വൈദ്യുതി ബില്ല് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ 1800 വീടുകളിലും ഏറ്റവും കൂടുതൽ എനർജി 100 വാട്ടിന്റെ ബൾബൊക്കെ മാറ്റി 15 വാട്ടിന്റെ ബൾബ് ഞങ്ങൾ അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിനെ കൊണ്ട് തന്നെ നൽകിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 10 ലക്ഷം വൈദ്യുതി യൂണിറ്റ് നമുക്ക് പ്രതിവർഷം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ 1000 ഗ്രാമപഞ്ചായത്തുകളിലും ഈ വൈദ്യുതി കൺസംഷന് വേണ്ടി ഇത്തരം ഒരു പദ്ധതിയുമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞാൽ ഇന്ന് എത്രയോ ലക്ഷം വരുന്ന വൈദ്യുതി ലാഭിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, എത്രയോ കാടുകളും എത്രയോ ഇതെല്ലാം വെട്ടി നമ്മൾ പുതിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തെയും നാളെ വരാൻ പോകുന്ന ആഗോളതാപനത്തെയും റെസിസ്റ്റ് ചെയ്യുക. അത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നാണ്. ഈ ഏലൂരിൻ്റെ ആ ഭാഗത്തുകൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കാണുന്ന മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൺസേർവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കുന്ന പദ്ധതിയിൽ എത്രത്തോളം ഊന്നൽ കൊടുത്തിട്ടുണ്ട്? മാഡം, 2007, 2008 കാലഘട്ടം വരെയൊക്കെ അവിടെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീടുകളിൽ നിന്നും റോഡുകളിൽ കിടക്കുന്ന മാലിന്യങ്ങളും എല്ലാം എടുത്ത് തരംതിരിച്ച് തന്നെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി കോളനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അതിൽ നിന്നാണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും പൂർത്തീകരിച്ചു. നന്നായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ സർവീസ് എൻ്റെ വീട്ടിലോട്ടും വേണമെന്നുള്ളൊരു തോന്നൽ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ കാരണങ്ങളാൽ കൂടുന്നു. ഒന്ന്, നിങ്ങൾ ഈ സ്കൂളുകളുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഗവൺമെന്റ് സ്കൂൾസ് മാത്രമേ ഉള്ളോ മറ്റ് സ്കൂൾസിനെ കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാ ഒന്ന്. സ്വകാര്യ സ്കൂളുകളെ നമ്മൾ അതിനകത്ത് എടുത്തിട്ടില്ല. എല്ലാ ഗവൺമെന്റ് സ്കൂളിലും എല്ലാ എയ്ഡഡ് സ്കൂളിലെ കൊണ്ടും നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തരിശുഭൂമി 257 ഹെക്ടർ തരിശുഭൂമി കിടക്കുന്നു. അതിന്റെ വെറും 3% മാത്രമേ നിങ്ങൾക്ക് റിക്ലൈം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏലൂരിന്റെ ഭൂപ്രകൃതിയും പശ്ചാത്തലവും മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവാൻ കഴിയുള്ളൂ. ഏലൂർ വ്യവസായ മേഖലയിലെ മഹാഭൂരിപക്ഷം സ്ഥലവും FACT എന്ന് പറയുന്നത് 1000 ഏക്കർ ഭൂമിയാണ് അവരുടെ കയ്യിൽ കിടക്കുന്നത്. HIL, IRE, TCC, IAC, BSES തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പ്രദേശത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമികളാണ് ഓരോ ഇൻഡസ്ട്രിയുടെയും. ഈ ഭൂമി കൃഷിക്കാരുടേതല്ല, ഗവൺമെന്റിന്റെ കയ്യിലാണ്, മറിച്ച് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. അതെല്ലാം ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ബാക്കി വരുന്നത് ജനനിബിഡമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഈ പണം, ഈ വികസന ഫണ്ട് ഇങ്ങനെ ചെലവാക്കാതിരിക്കുന്നത് പുതിയ മേഖലകളിലേക്ക് ചെലവഴിക്കുന്നതായിട്ട് നേരത്തെ ഡോക്ടർ കണ്ണൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് SC ഫണ്ടിന്റെ വിനിയോഗമാണ് ഞങ്ങളുടെ കുറഞ്ഞത്. അതിന്റെ കാരണം SC ജനവിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷവും APL ജനവിഭാഗങ്ങളാണ്. അത് മാത്രമല്ല, ഉള്ളവരിൽ തന്നെ പലവർക്കും സ്ഥലമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് 105% ഈ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞു ഞങ്ങൾ. അപ്പം കഴിഞ്ഞ വർഷം സ്ഥലം മേടിക്കാനാണ് ആ ഫണ്ട് വാങ്ങിച്ചു വെച്ചെങ്കിലും ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹസിൽദാരുടെ, വില്ലേജ് ഓഫീസറുടെ, RDOയുടെ, ജില്ലാ കളക്ടറുടെ എല്ലാം സാങ്ഷനോട് കൂടി മാത്രമേ നമുക്ക് സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടും ഈ വർഷത്തെ ഫണ്ടിന്റെയും 105% ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം സ്ഥലം മേടിക്കാൻ മാറ്റിവെച്ചതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വന്നത്. ഒന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞപ്പോൾ ഒന്ന് റെക്കഗ്നിഷൻ ആണ്, ഇനി ഒന്ന് ദ പ്രൈസ് അവാർഡ് മണി. സോ ഹൗ ഡു യു എക്സ്പ്ലെയിൻ, എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒത്തിരി പുതിയ വരെ ഫണ്ട്? ഉള്ള ഫണ്ട് നിങ്ങൾ സ്ഥലമുണ്ടെങ്കിൽ ഏത് വികസന പ്രവർത്തനവും നടത്താൻ ഒരു പ്രശ്നവുമില്ല. സ്ഥലമില്ല ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പരിഹാരം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ വീട് വെക്കാം, ഇനി നമുക്ക് അവിടെ കാന കെട്ടാം, റോഡ് പണിയാം, അതുപോലെ തന്നെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, തൊഴിൽശാലകൾ നിർമ്മിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഏലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 100%-ലധികം ഫണ്ട് ഞങ്ങൾ ചെലവഴിക്കും. ഞങ്ങളുടെ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് ഈ വർഷം വച്ചിരിക്കുന്ന പ്രോജക്റ്റുകൾ 15 കോടിയാണ്.
അതും ഞങ്ങൾ ചെലവ് ചെയ്യേണ്ടതുണ്ട്. ഇനി വിധി നിർണയത്തിന്റെ സമയമാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന മാർക്ക് പിന്നെ ഏലൂരിന് 15-ൽ 11.5. 15-ൽ 11, 10-ൽ 7. 10-ൽ 7. ഈ മത്സരത്തിൽ ഏലൂർ ഗ്രാമപഞ്ചായത്തിന് 44 മാർക്ക്. അപ്പോൾ ഈ ദൃശ്യങ്ങളും വികസനത്തിന്റെ തലവും എല്ലാം നമ്മൾ കണ്ടല്ലോ. നമുക്കിവരെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് ELR സ്പേസ് എത്ര മാർക്കാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. അപ്പോൾ കണ്ണമാഷേ, അല്ല, ഈ പഞ്ചായത്തിനെ കുറിച്ച് ഒന്നാമത് അവർ എറണാകുളത്തിൻ്റെ അടുത്തുള്ളൊരു പഞ്ചായത്ത് ആയതുകൊണ്ടേ എന്താ പറയുക, വികസനത്തിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 5 കോടി ഉറുപ്പിയിലധികം വരുമാനമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവർ. അതേസമയത്ത് തന്നെ പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവർ സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ കുറച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിൽ ഒന്ന് ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് വേണം. തൊഴിലുമായിട്ട് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ടേ, ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്തായതുകൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ പരിശീലനത്തിന് വേണ്ടി പഞ്ചായത്തിന് പലതും ചെയ്യാൻ സാധിക്കും. കാരണം ഒരുപാട് ചെറുപ്പക്കാർ പൊതുവിദ്യാഭ്യാസം മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ് മാത്രമായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ആ 2ാം പടി കുടിവെള്ളത്തിൻ്റെ കാര്യമൊക്കെ നിലനിർത്താനും, ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് അത് ഇതോടും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിനെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഫണ്ടെല്ലാം അവരുടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഉണ്ടാവും. അതിനായിട്ട് അവരിനിയും പ്രവർത്തിക്കുന്നതാണ് എൻ്റെ. സോ താങ്ക് യു സർ. ഇനി ഒരു ചെറിയ ഇടവേളയുടെ സമയം. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ട, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഈ മത്സരവേദിയിലേക്ക് നമുക്ക് അടുത്ത് സ്വാഗതം ചെയ്യാം ഇലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല.